മോഹൻലാൽ എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് അമ്മയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മിണ്ടിയോ അയ്യോ. കമലഹാസൻ ഇന്നും എന്തുകൊണ്ട് എന്നെ പോലെ ഫാൻസ്. ഞാൻ ജഗദീഷിനോട് എനിക്ക് ഇച്ചിരി ജലസാണ്. വൈ ഇപ്പോഴും അവര് ഭയങ്കര സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്നു, അന്നും സ്റ്റാർസ് ആയിട്ട്. ഞാനൊന്നും അല്ലാതെ നിൽക്കുന്നു പറയാനാണോ? അല്ല, എന്തുവാ ഇത്? എന്താ അവിടെ 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 ഒക്കെ പോയിട്ട് എല്ലായിടത്തും ശരിയാണെന്ന് പറഞ്ഞു. അത് ആരെങ്കിലും ചെയ്യുമോ? ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് പേടിയാണെന്ന്. എനിക്ക് 2 കല്യാണവും ഇറ്റ് വാസ് വാട്ട് യു സേ എൻ്റെ പിന്നെ ഡിവോഴ്സ്. അത് രണ്ടും തെറ്റായിപ്പോയി എന്നൊരു റിഗ്രറ്റാണ്. ഐ എം ഓൾസോ, ഞാനും ഒരു ഹ്യൂമൻ ബീങ് ആണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നും അത് റിഗ്രറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീലിംഗ് ഒക്കെ വരും. ഞാൻ വളരെ സൈലൻ്റ് ആയിപ്പോയി എൻ്റെ ലൈഫിൽ കുറേ. പക്ഷെ പിന്നെ ഞാൻ ചുമ്മാ ഗൂഗിളൊക്കെ ചെയ്യുമ്പോൾ നിവിൻ പോളി, അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇതാണ് നിവിൻ പോളി. പക്ഷെ പടം ഒന്നും കണ്ടിട്ടില്ല നിവിൻ്റെ. വിക്കിപീഡിയ വിക്കി എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് വിട്. അത് പോയി നമുക്ക് മുറ്റത്തെ പൂമുട്ടിൽ പുഞ്ചിരി വിരിയാഞ്ഞതെന്തേ. ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ എന്നാ എന്നോട് പറയുന്ന സെഗ്മെന്റിലേക്ക് എന്നോട് പറയാൻ ദാ ഇപ്പൊ എത്തിയേക്കുന്നത് ആരാ? നമ്മുടെ സ്വന്തം സുന്ദരി ശാന്തി കൃഷ്ണ. ഹായ്, നമസ്കാരം ചേച്ചി. ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ഇന്ന് കൗമുദി ചാനലിലേക്ക് ചേച്ചിയെ ഗസ്റ്റായിട്ട് കിട്ടിയതിൽ. ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്, ഒരുപാട് സിനിമകളുടെ വിശേഷങ്ങൾ പറയാനുണ്ടാവും അല്ലേ? എന്താ ഇപ്പോൾ ഫീൽ ചെയ്യണം? കുറേ നാളത്തെ ഒരു ബ്രേക്ക് കഴിഞ്ഞു, പിന്നെ മലയാള സിനിമയിലേക്ക് വന്നു, പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. കറക്റ്റ്. അത് ഐ തിങ്ക് ഒരു ബ്ലെസ്സിങ് ആണ്. എപ്പോഴും എത്രയോ ഗ്യാപ്പ് വന്നാൽ പോലും അതിനുശേഷം മലയാളം ഓഡിയൻസും എല്ലാവരും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലത്തെ റോൾസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് ഒരു ദൈവാധീനം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ എം ബ്ലെസ്ഡ്. എനിക്ക് സിനിമയിൽ അങ്ങനെ ചാൻസ്, അങ്ങനത്തെ റോൾസ് കിട്ടുന്നത്. അതല്ലേ. എനിക്ക് ചേച്ചിയോട് ചോദിക്കാനുള്ള ഫസ്റ്റ് കാര്യം, ആദ്യത്തെ സിനിമ ഏതാണ്? കാരണം വിക്കിപീഡിയ പലതും പറയുന്നുണ്ട്. വിക്കിപീഡിയ വിക്കി എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് വിട്. അത് പോയി നമുക്ക് നോക്കണ്ട. ഞാൻ ഇന്നാള് വായിച്ചു 76 ഞാൻ വന്നു. എന്തോ ഒരു പടത്തിന്റെ പേര് അങ്ങനെ ഒരു പടം കേട്ട്. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദാറ്റ്. കാരണം ഞാൻ വന്നത് 81 നിദ്രയില്. നിദ്രയാണ് ഭരതേട്ടൻ്റെ ആണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിദ്രയാണ് എൻ്റെ ഫസ്റ്റ് പടം. നിദ്ര നിദ്രയിലാണ് നമ്മൾ ആദ്യത്തെ പടം നിദ്ര മലയാളത്തിലും പനീർ പുഷ്പങ്ങൾ തമിഴിലും. അങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് 2 ഇൻഡസ്ട്രിയിലും ഇൻട്രൊഡ്യൂസ്. അപ്പൊ ഈ ഹോമകുണ്ടമായിട്ട് നമുക്ക് ബന്ധമില്ല. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞു ഇടയ്ക്ക് ആരോ. ഞാൻ പറഞ്ഞു അതിലും ഞാൻ ഇല്ല. അപ്പൊ ഒരു ഇടവേളയ്ക്ക് ശേഷം വന്ന സിനിമ, ആ സിനിമയുടെ പേര് ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേള. അവർക്ക് അവിടെ ഇടവേളയാണ്, പക്ഷെ നമ്മൾ ഇടവേള ബ്രേക്ക് ചെയ്തു. അപ്പൊ ഒരു എസ് പറയാനുള്ള ഒരു തീരുമാനം എങ്ങനെയാ വന്നത്? ആ ക്യാരക്ടർ അങ്ങനെയായിരുന്നു. ഞാൻ ഇനീഷ്യലി അൽത്താഫും ഒക്കെ അവർ അന്വേഷിച്ച് ഞാൻ എവിടെയാണെന്നൊന്നും ഐഡിയ ഇല്ലാത്തത്, അവർക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അവർക്ക്. പക്ഷേ ആ ഷീല ചാക്കോ എന്ന ക്യാരക്ടർ ചെയ്യാൻ ഒരു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ആർട്ടിസ്റ്റ് വേണമായിരുന്നു. ബട്ട് സംവൺ ഹു ഹസ് നോട്ട് ബീൻ ഓൺ സ്ക്രീൻ ഫോർ പ്രിറ്റി ലോങ്. അങ്ങനെ ഒരു മൈൻഡിൽ അവർക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ആയിട്ടാണ് അവർ ഷീല ചാക്കോ എന്ന് കണ്ടത്. അപ്പോൾ അവർക്ക് ഐ തിങ്ക് ഫസ്റ്റ് എന്നെയാണ് അത്ര അവരുടെ മൈൻഡിൽ പോയത്. ഐ ഡോണ്ട് നോ ഹൗ, ബിക്കോസ് അത് ആ ക്യാരക്ടർ തന്നെ ഭയങ്കരമായിട്ട് ബോൾഡായിട്ട് ഉള്ള അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഒരു സ്ട്രോങ് വുമൻ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പടം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതും ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ഒരു സ്റ്റോറി അവരൊരു കോമഡി ജോണറിൽ കൊണ്ടുപോകുന്നുണ്ട്. ഷീല ചാക്കോ കോമഡി കാണിക്കുന്നില്ലെങ്കിലും ആ മൊത്തത്തിൽ ആ സിനാരിയോ എല്ലാം കാണുമ്പോൾ നമുക്ക് ചിരി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ എന്നെ അന്വേഷിച്ചു എന്നാണ് അവർ പറയുന്നത്. ഐ വാസ് ദെയർ ഫസ്റ്റ് പ്രിഫറൻസ്. പക്ഷേ ഞാൻ എവിടെയാണെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോഴാണ് FBയിൽ അവർ എൻ്റെ ഫോട്ടോസൊക്കെ കണ്ട് ത്രൂ ദാറ്റ് അവർ എനിക്ക് മെസ്സേജൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഞാനത് കാണുന്നത്. ബട്ട് എനിക്ക് ഷോക്കായിപ്പോയി. നമ്മൾ സിനിമയൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയാണ്, ബിക്കോസ് ഞാനപ്പോൾ ആൽബനിയിലായിരുന്നു. ഞാൻ പറഞ്ഞു ഇതൊക്കെ ചുമ്മാ ആരെങ്കിലുമൊക്കെ ചുമ്മാ ജസ്റ്റ് ജോക്ക് അങ്ങനെയൊക്കെ എഴുതി കാണുമായിരിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ ഒരു ചാൻസ് വന്നിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ. അത് ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്, നിയർലി 20-22 ഇയേഴ്സ് അത് കഴിഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ആരാ എന്നെ ഒക്കെ അന്വേഷിച്ച് ഇങ്ങനെ വരുന്നതെന്നും പറഞ്ഞു. അപ്പോഴവർ കാണുന്നത്, അവർ പറഞ്ഞു നിവിൻ പോളിയാ. അപ്പോൾ നിവിൻ പോളിയുടെ പടമോ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ പറഞ്ഞു അയ്യോ നിവിൻ്റെ പടമാണ്, എൻ്റെ SK നീ പോയി ചെയ്യേ. കാരണം എന്ന് വെച്ചാൽ അവരെന്നെ SK എന്നാ വിളിക്കുക അത്ര. കാരണം ഞാൻ പറഞ്ഞില്ലേ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ പോയി ചെയ്യണം, ബിക്കോസ് നിവിൻ്റെ ഒക്കെ പടം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയൊരു ചാൻസാണ്.
അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു, എനിക്കാണെങ്കിൽ ABCD അറിയില്ലായിരുന്നു അന്ന് ആരൊക്കെയാണ് പുതിയ ആൾക്കാർ സിനിമയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നാച്ചുറലി നിവിൻ പോളി എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ട് എനിക്ക്, പക്ഷേ രൂപമൊന്നും എനിക്ക് മൈൻഡിൽ പോയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നിവിൻ്റെ പടം. ഞാൻ പറഞ്ഞു വലിയ കാര്യമാണല്ലേ. ഞാൻ പറഞ്ഞു എന്നാലും നോക്കാമെന്ന് എന്ന് പറഞ്ഞങ്ങ് വിട്ടു. പക്ഷെ പിന്നെ ഞാൻ ചുമ്മാ ഗൂഗിളൊക്കെ ചെയ്യുമ്പോൾ നിവിൻ പോളി, അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇതാണ് നിവിൻ പോളി. പക്ഷെ പടം ഒന്നും കണ്ടിട്ടില്ല നിവിൻ്റെ ഒന്നും. ആ സമയത്ത് പ്രേമൊന്നും കണ്ടിട്ടുണ്ടായില്ല, ഒരു പടവും കണ്ടിട്ടില്ലായിരുന്നു. ബിക്കോസ് തമിഴ് മലയാളം ഇൻഡസ്ട്രി ആയിട്ട് തന്നെ ഒരു ബന്ധവും ഇല്ലായിരുന്നു ആ സമയത്ത്. സോ അങ്ങനെ വന്നപ്പോഴാണ് നിവിൻ്റെ പടം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ തിരിച്ച് ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. ഇന്ത്യ വന്നപ്പോഴേക്കും എൻ്റെ ആ സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് എ ബാഡ് സിറ്റുവേഷൻ. എൻ്റെ ഡിവോഴ്സൊക്കെ ആയിരുന്ന സമയമായിരുന്നു. സോ അതുകൊണ്ട് ഐ ഹാഡ് ടു കം ബാക്ക് ടു ഇന്ത്യ. അപ്പോൾ ബാംഗ്ലൂരിൽ ഇരിക്കുന്ന സമയത്താണ് അൽത്താഫും സന്ദീപും വരുന്നത് അവിടെ കാണാനായിട്ട്. എന്നിട്ട് പ്ലീസ് ഞങ്ങളൊന്ന് വന്ന് കണ്ടോട്ടെ, മാമിനൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോറി പറയാനാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ കം, ബട്ട് ഐ ഡൗട്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവർ വന്നിട്ട് സ്റ്റോറി പറഞ്ഞപ്പോൾ മാം പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആര് വേണ്ടെന്ന് പറയും. ഷീല ചാക്കോ എന്ന ക്യാരക്ടർ, അതും ഇറ്റ്സ് എ കം ബാക്ക് ഫിലിം ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ, എന്തൂസിയാസ്റ്റിക് ആയിപ്പോയി ഞാൻ പെട്ടെന്ന്. ബിക്കോസ് ഐ ജസ്റ്റ് സംഹൗ ഫെൽറ്റ് ദിസ് ഇസ് എ ഗുഡ് ബ്രേക്ക് ഫോർ, ഐ മീൻ ഒരു ബ്രേക്കിൽ നിന്ന് തിരിച്ചു വരാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫീൽ. കാരണം ആ സമയത്ത് ഐ വാണ്ടഡ് സം വർക്ക്, ഐ വാണ്ടഡ് ടു ഡു സംതിങ് എൽസ്. കാരണം മൈൻഡ് അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഐ ഷുഡ് ഗോ. അങ്ങനെയാണ് ഞാൻ ഓക്കെ പറഞ്ഞ് ആദ്യമായിട്ട് എറണാകുളത്ത് വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പം ഈ ഞാൻ അതേപോലെ പറഞ്ഞു ഇന്നലെ സിനിമകളൊക്കെ ഞാൻ ഓടിച്ചിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പം നിദ്ര, ചില്ല്, ചക്കോരം അപ്പൊ ഏത് പടം എന്ന് പറഞ്ഞിങ്ങനെ വരൂലേ. അപ്പൊ ഞാൻ എന്നിട്ട് അപ്പുറത്ത് നമ്മൾ ഹിസ്റ്ററി കാണുമല്ലോ, ഹിസ്റ്ററിയിൽ പോയിട്ട് ഒന്നുകൂടെ നോക്കും. ഓക്കെ ഇതത് എന്നാലും ഞാൻ ഓടിച്ചിട്ട് കണ്ടു. എന്റെ ആത്മാർത്ഥയെ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തെങ്കിലും വരട്ടെ എന്നിട്ട് ആലോചിക്കാം. അല്ലല്ല, ഇത് സിനിമകളെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, ഞാനത്തെ കമന്റ്സിനെ പറ്റിയിട്ട് ചോദിക്കാൻ വന്നേ. അപ്പൊ ഞാനിങ്ങനെ കാണുന്ന സമയത്ത് മിക്ക സിനിമകളുടെയും താഴെ വന്ന് 2025 ഇത് കാണുന്നവരുണ്ടോ, 2024. അപ്പം ആൾക്കാർ ഇപ്പോഴും ആ സിനിമകളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, അതിനകത്ത് ആൾക്കാരൊക്കെ എപ്പോഴും പറയുന്നത് ഈ കുട്ടിയുടെ ഈ സുന്ദരി കുട്ടിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലാവുള്ള, അത് ഭയങ്കര ഭംഗിയിലിരിക്കുന്നു. ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ല ഞങ്ങളുടെ ശാന്തി കൃഷ്ണ ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാത്ത ഒരു ആക്ട്രസ് ആണ്. അപ്പൊ ഇങ്ങനെ ആൾക്കാർ സ്നേഹം ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുക തന്നെയാണ് എന്റെ ഫേസിൽ കാണുന്നത്. അത് സ്നേഹം വരുമ്പോ നമുക്ക് നാച്ചുറലി യു കീപ് ഗ്ലോയിങ്, റൈറ്റ്? അതെ അതെ. ഇപ്പോ ഫാൻസ് ഇല്ലാത്ത ഒരു ആർട്ടിസ്റ്റിനെ കണ്ടു നോക്കൂ, ഫാൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ കണ്ടു നോക്കൂ. മോഹൻലാലിന് എന്തുകൊണ്ട് ഇത്രയും ഗ്ലാമർ? ഫാൻസ്, സ്നേഹം. കമലഹാസൻ ഇന്നും എന്തുകൊണ്ട് എന്നെ പോലെ ഫാൻസ്? അപ്പൊ നമ്മൾ കമലഹാസൻ എന്ന് പറഞ്ഞിങ്ങനെ നോക്കുന്നില്ലേ? അപ്പൊ നമ്മൾ ആ ഒരു ഇങ്ങനെ വൈബ്സ് കൊടുത്തോണ്ടിരിക്കുവല്ലേ. സോ അതുപോലെ ഇപ്പം എന്നെ ഇഷ്ടമുള്ളവർ അങ്ങനെ എൻ്റെ ഫാൻസും എൻ്റെ വെൽവിഷേഴ്സും ഒക്കെ ഇങ്ങനെ ശാന്തികൃഷ്ണ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു ഓറ വരും. ആ സന്തോഷവും എല്ലാം കൂടി വരുമ്പോഴാണ് നമ്മൾ കീപ്പ് ചെയ്യാം. ഇങ്ങനെ ഒരു ബ്യൂട്ടി ടിപ്പ് ഒരാക്ടറും എവിടെയും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, ലാലേട്ടന്റെയും കമൽ സാറിന്റെയും വരെ ബ്യൂട്ടി ടിപ്പ് ഇതാണ് കൂടി ഉണ്ട്. അതും നമ്മൾ പറയാതിരിക്കാൻ ഒട്ടും പറ്റില്ല. പുള്ളി മാത്രല്ല വിജയരാഘവനും കൂടെ നമ്മൾ ആഡ് ചെയ്യണ്ടേ? പിന്നെ ഞാനൊക്കെ സ്തംഭിച്ചു പോയത്. ഞാനിപ്പോ അഭിനയിച്ചതേ ഉള്ളൂ വിജയരാഘവന്റെ കൂടെ. ഞാനാണെങ്കിൽ നമ്മുടെ ഒക്കെ ഏകദേശം പ്രായം എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് ഇത്രയും പ്രായം സത്യമായിട്ടും ടച്ച് വുഡ് നന്നായിട്ടിരിക്കട്ടെ, ഞാൻ പറഞ്ഞ അത്രയും ഹീസ് ഗ്ലാമറസ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഹി വർക്ക്സ് സോ ഹാർഡ്. ഓരോരിതിനും നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല ലൈക്ക് ഹീസ് ആ പ്രായത്തിൽ ഒരാൾ എന്ന് പറഞ്ഞിട്ട്. സോ അതൊക്കെ ഡെഫിനറ്റ്ലി ഹാറ്റ്സ് ഓഫ് ആണ്. എന്നാൽ ഞാൻ ഒരാളെ ആഡ് ചെയ്യട്ടെ, ജഗദീഷ് ഏട്ടൻ അല്ലേ? ജഗദീഷിനോട് എനിക്ക് ഇച്ചിരി ജലസ് ആണ്. ജഗദീഷിന് കിട്ടുന്നത് എനിക്ക് പടം കിട്ടും. നമ്മുടെ പ്രതിഷേധം നമ്മൾ അറിയിക്കണം അല്ലേ? അപ്പം അതാണ് മെയിൻ, യു ക്യാൻ സീ ദ മെയിൻ ഡിഫറൻസ്. അതായത് സീനിയറായിട്ടുള്ള ആണുങ്ങൾക്ക് എല്ലാവർക്കും റോളുണ്ട്, പെണ്ണുങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? അപ്പൊ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മളല്ല സീരിയലിലോട്ട് പോവാം. ഇടയ്ക്കൊന്ന് പോയായിരുന്നല്ലോ. അത് ഞാനായിട്ട് തന്നെ അഭിനയിച്ചു, ആസ് ശാന്തികൃഷ്ണ അഭിനയിച്ചു. നമുക്ക് ബ്ലോഗ് തുടങ്ങാം. അതെങ്ങനെയുണ്ട്? കണ്ടന്റ് ഒക്കെ പറ. ഞാൻ നമ്മുടെ നവരസങ്ങൾ ചെയ്ത പോലെ വല്ലതും ചെയ്യാം. കണ്ടന്റ് ആണോ കിട്ടാനില്ലാത്ത? ഇത്ര നന്നായിട്ട് സംസാരിക്കുന്ന ഒരാൾക്ക് ബ്ലോഗ് ടപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു ഇത് കൊടുക്കാം,
എന്താണ് സർവേ പോലെ ആ ആ ആൾക്കാർക്ക് എന്തായിരിക്കും ശാന്തികൃഷ്ണൻ എന്ന് അറിയണം. ഓക്കെ, നമുക്ക് ഇപ്പൊ പറയാം. പറഞ്ഞോ. പറഞ്ഞോളൂ. എനിക്കറിഞ്ഞൂടാ, അങ്ങോട്ട് ചോദിക്കാനാ ഓക്കെ, പറയുന്നത്. ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ശാന്തി കൃഷ്ണ ചേച്ചിക്ക് നമുക്ക് പുതിയൊരു വ്ളോഗർ ആവാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. സോ നമ്മൾ വ്യൂവേഴ്സ് വേണം, നല്ല ടോപ്പിക്കുകൾ, നല്ല കണ്ടന്റുകൾ സജസ്റ്റ് ചെയ്യാൻ. മാമിൻ്റെ പ്രൊഫൈൽ, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ദ ശാന്തി കൃഷ്ണ അല്ലേ, അതിലേക്ക് നിങ്ങൾ DM ചെയ്താൽ മതി ഏത് കണ്ടന്റ് ചെയ്യണമെന്ന്. എങ്ങനെയുണ്ട്? അടിപൊളി. പൊളിക്കില്ലേ? ഹൈഫൈ. ഹൈഫൈവാ. ആ കൂടുതൽ നീങ്ങരുതെന്ന് പറഞ്ഞിട്ട് ക്യാമറ ശരി, നീങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ക്യാമറ ചേട്ടൻ എന്നെ ഓടിച്ചിട്ടടിക്കും. അപ്പൊ ചിലപ്പോ കട്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും അമ്മയുടെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ലാലേട്ടന്റെ അമ്മയായി അഭിനയിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, നായികയായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഭാഗ്യമൊക്കെ മിക്ക എല്ലാവർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അതാ പറഞ്ഞ പിൻഗാമിയിലാണ് അമ്മ. അത് ഫ്ലാഷ് ബാക്കിൽ വന്നു, ഒരു സീന് ലാസ്റ്റിൽ വരുന്നുണ്ട് ഫേസ് ടു ഫേസ്, പക്ഷെ അമ്മയ്ക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് പിന്നെ അത് അറിയത്തില്ല അങ്ങനെ. പക്ഷെ അമ്മ അത് പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് അമ്മയാണ് എന്ന് പറയും. ഞാൻ പറഞ്ഞു മിണ്ടരുത് എന്ന് പറയും. പക്ഷെ എനിക്ക് പണ്ടും ആ ഒരു പേടിയില്ലായിരുന്നു. അതായത് നമ്മൾ ഈ പടത്തിൽ അമ്മയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത പടത്തിൽ വിളിക്കുന്നത് അമ്മയായിട്ടായിരിക്കുമോ, പൊന്നമ്മ ചേച്ചിയുടെ ഒക്കെ പ്രശ്നം വന്നതുപോലെ ഇനിയിപ്പോ ഞാൻ ഈ അമ്മ ആയിപ്പോ, അങ്ങനെയൊന്നും ഞാൻ അന്നും ചിന്തിച്ചില്ല. ഒരു പടം വരുന്നു, അടുത്ത പടം വരുന്നു, നമ്മൾ ഇത് ചെയ്യുന്നു, ഈ ക്യാരക്ടർ ചെയ്യുന്നു, അങ്ങനെ ഇറ്റ് വാസ് ജസ്റ്റ് എ ഫ്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങ് ചിന്തിച്ചില്ല. ദേവന്റെ ഭാര്യ, അപ്പോൾ അവർ ഫ്ലാഷ് ബാക്കിൽ വരുന്നതാണ്, മോഹൻലാലിന്റെ അമ്മയും അച്ഛനുമാണ് അവര് എന്ന സ്റ്റോറിയുടെ ഒരു ഫ്ലാഷ് ബാക്ക്. ഇങ്ങനെയാണല്ലോ അവർ പറയുന്നത് കഥയും. അപ്പൊ കുട്ടിയല്ലേ, അപ്പൊ മോഹൻലാലായിട്ടല്ലല്ലോ കാണിക്കുന്നത്, കൊച്ചല്ലേ കാണിക്കുന്നത്, വലിയ അമ്മയല്ലല്ലോ. അതെ, അങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തു. പക്ഷെ ലാസ്റ്റ് ഒരു സീനിൽ ഒരുമിച്ച് വരുന്നുണ്ട്, പക്ഷെ ഇങ്ങനെയാണ് സംഭവം. സാർ ഓക്കെ. പിന്നെ സത്യന്റെ പടം എന്ന് പറയുമ്പോൾ ആരാ വേണ്ടെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് എനിക്ക് ഇല്ലായിരുന്നു, അതായത് അമ്മയായിട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ചെങ്കോല് സിബിയും വിളിക്കുന്നു, ലോയ് ചേട്ടൻ വിളിക്കുന്നു. ഞാൻ ഒട്ടനെ ഓക്കെ പറഞ്ഞു. ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല, അവരുടെ പടത്തിൽ എനിക്ക് ചെയ്യണം എന്നായിരുന്നു. അതില് അമ്മായിയമ്മയാണ്. അപ്പൊ അതില് ഞാൻ ഹീറോയിന്റെ അമ്മ. അവിടെ ചെന്ന് നിന്നിട്ട് ഷോട്ടിൽ പോയപ്പോഴാണ് മോഹൻലാൽ എന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് അമ്മായി അമ്മല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് അതിൽ നരയൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ നിൽക്കുന്നതും ഒക്കെ. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇതിൽ അമ്മായി അമ്മയാണല്ലേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പക്ഷേ ചെയ്യുന്നതും. സോ പക്ഷയൊക്കെ ചെയ്യുമ്പോ ഭാര്യയായി. അതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്, എന്നാലും അത് ചെയ്തു. വിഷ്ണു ലോകത്തിലെ കാമുകിയാണ്. സോ ബേസിക്കലി ഞാൻ എവറി ക്യാരക്ടർ ഞാൻ മോഹൻലാലിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. പെങ്ങള് ചെയ്തിട്ടില്ല. ആണോ? ഇനിയിപ്പോ അടുത്തത് പറഞ്ഞത് അടുത്ത ഏതെങ്കിലും ഒരു സിനിമയില് കാരണം സെയിം ഇഷ്യൂ ഒരിക്കൽ ഇതിൽ വന്നു. സുരേഷ് ഗോപിയും ഞാനുമായിട്ട് അഭിനയിക്കുമ്പോഴേ തക്ഷശീല എന്നൊരു പടം പണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതില് സുരേഷ് ഗോപിയും ഞാനും ബ്രദർ ആൻഡ് സിസ്റ്ററാണ്. അപ്പൊ അതിൽ വന്നപ്പോ കൺഫ്യൂഷനായി. എന്നുവെച്ചാൽ സവിധത്തില് ഞങ്ങൾ ഹീറോയിനാണ്. അപ്പൊ തക്ഷശീല ചെയ്യുമ്പോ ചേട്ടനും അനിയത്തിയുമാണോ അതോ ചേച്ചി അനിയനാണോ? അപ്പൊ അങ്ങനെ ആകെ മൊത്തം കൺഫ്യൂഷനായി, എങ്ങനെ വെക്കും. സുരേഷ് ഗോപിനെ അനിയനാക്കിയ ഞാൻ ചേച്ചിയായ പിന്നെ ഇത് പ്രശ്നം. സോ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയപ്പോ പിന്നെയാണ് ഡയറക്ടർ നമുക്ക് ട്വിൻസ് ആക്കാം എന്ന് പറഞ്ഞു. അതാകുമ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ അതില് ശരിക്കും ഗംഗ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇപ്പൊ വി വർ ട്വിൻസ് അതില്. അപ്പൊ ഞങ്ങൾക്ക് ഒരുമിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരുമിച്ചൊക്കെയാണ് കേക്ക് കട്ട് ചെയ്യുന്നതും. അങ്ങനെ ദാറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ റോൾ. ഒരു കസ്റ്റംസ് ഓഫീസർ ആയിട്ടാണ് അതിൽ ഞാൻ. സോ അതിൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ യുനോ. സുരേഷിന്റെ കൂടെ ഞാൻ ഈ 2 പടമാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സവിതവും തക്ഷശീല. ദാറ്റ് വാസ് പെങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് പെട്ടെന്ന് ഓർത്തു പോയതാ. അങ്ങനെ മമ്മൂക്കയുടെ കൂടെ പിന്നെ അങ്ങനെ വന്നിട്ടില്ല. ഒരു പടത്തിൽ ബ്രദറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്ക പണ്ട്. അതായത് ഞാൻ ഈ നിദ്ര താരാട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇടിയും മിന്നലും എന്ന് വിശ്വംഭരൻ സാറിന്റെ ഒരു പടം ഉണ്ടായിരുന്നു. അതിൽ രതീഷ ആയിരുന്നു എന്റെ ഹീറോ ആൻഡ് മമ്മൂക്ക എന്റെ ബ്രദർ. അവിടെ മമ്മൂക്കയുടെ പെങ്ങളായിട്ട് അഭിനയം. പക്ഷെ ഒരു വർഷം ഐ തിങ്ക് ഒരു ഗ്യാപ്പ് ആകുമ്പോഴേക്കും ഹിമവാഹിനി എന്നൊരു പടം വന്നു, സെയിം വിശ്വംഭരൻ സാറുടെ. അപ്പോഴത്തേക്കും മമ്മൂക്ക എന്റെ ഹസ്ബൻഡായിട്ടും രതീഷ് എന്റെ ബ്രദറായിട്ടുമായിരുന്നു. ഒരു വർഷം കൊണ്ട് റോൾ അതിൽ മോഹൻലാൽ ഒരു ക്യാരക്ടർ ചെയ്ത്. അതെ, സോ ഇറ്റ് വാസ് ലൈക്ക് അവരൊക്കെ അന്ന് തൊട്ടേ ഇറ്റ് ഇസ് ലൈക്ക് യുനോ കലീഗ്സ് ആണ്, നമ്മുടെ കൂടെ അഭിനയിക്കാൻ അവർക്ക് വരുമ്പോഴേ. അപ്പൊ ഇന്ന് അവർ എവിടെ നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇറ്റ്സ് ഓൾവേസ് എ പ്രൈഡ് അല്ലേ, വി ഹാവ് ബീൻ വിത്ത് ദം. സോ that way I'm really proud of them. മമ്മൂക്കയുടെ കൂടാണോ കൂടുതൽ പടം ചെയ്തിട്ടുള്ളത് ലാലേട്ടനെ കാട്ടിലും? ഞാനും കുറെ സിനിമകൾ നോക്കിയപ്പോൾ അതെ അല്ലേ. മോഹൻലാലിന്റെ പണ്ട്
ഞാൻ ഹീറോയിനായിട്ട് അഭിനയിച്ചത് ഐ തിങ്ക് 90s വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നത്. പക്ഷേ ഉണ്ട് അല്ല, മമ്മൂക്കയുടെ കൂടെ 80s ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ. സാഗരം ശാന്തം, ഹിമവാഹിനി, ആ സമയത്ത് അടുപ്പിച്ച് കുറച്ച് പടങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് പിന്നെയാണ് നയം വ്യക്തമാക്കുന്നു അതൊക്കെ വരുന്നത്, സുഹൃതം. അതെ അതെ. ഓക്കെ മാം, ഇപ്പോൾ ലൈഫിലെടുത്ത ഏറ്റവും ഒരു ഡിസിഷൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? അതെനിക്ക് തോന്നുന്നത് ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യവും തന്നെ. എൻ്റെ ഏറ്റവും വലിയ ഡിസിഷൻസ് എൻ്റെ ലൈഫ് പാർട്ട്നേഴ്സിൻ്റെ അത് വേണ്ടെന്ന് എനിക്ക് 2 കല്യാണവും ഇറ്റ് വാസ് വാട്ട് യു സേ ഇറ്റ് എൻഡഡ് അപ്പ് ഇൻ എ ഡിവോഴ്സ്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഡിസിഷൻ വാസ് മൈൻ അലോൺ. അത് രണ്ടും തെറ്റായിപ്പോയി എന്നൊരു റിഗ്രറ്റ് ആണ്. ഓക്കെ. മറക്കാൻ ആഗ്രഹിക്കുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇങ്ങനൊരു സാധനം മറക്കാൻ പറ്റുമോ നമുക്ക്? ലൈഫിൻ്റെ പല പല സംഭവങ്ങൾ നമുക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കി തരുന്നതും കൂടിയാണ്. സോ ദീസ് തിങ്സ് യു കനോട്ട് ഫർഗെറ്റ്, യു ക്യാൻ ജസ്റ്റ് മെലോ ഇറ്റ് എന്ന് പറയുന്ന പോലെയാണ്. അതായത് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ടൈം ഹീൽസ് എന്ന് പറയുന്ന പോലെയാണല്ലോ. കുറേ കഴിയുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പോലെ ഉണ്ടാവും ഹൗ യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ ഇങ്ങനെ സംഭവിച്ചു അതെൻ്റെ പാസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നതും ഇറ്റ്സ് നോട്ട് ഓൾവേസ്. ഐ എം ഓൾസോ, ഞാനും ഒരു ഹ്യൂമൻ ബീങ് ആണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നും അത് റിഗ്രറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീലിംഗ് ഒക്കെ വരും. ബട്ട് നൗ കുറേ ടൈം പാസ് ആയതുകൊണ്ട് നമുക്കത് കുറച്ചും കൂടെ ആ പെയിൻ കുറയും. അപ്പോൾ നമ്മൾ നാച്ചുറലി കുറേ കൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ദാറ്റ് ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാസ് ടു ബി. അങ്ങനെയൊക്കെ ലൈഫ് ഹാസ് ടു ഗോ ഓൺ. അപ്പോൾ ലൈഫ് ലെസൺസ് ഉണ്ടാവില്ലേ? ഇപ്പോൾ നമ്മൾ ഓരോ ഫേസ് നമ്മുടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ ലെസൺസ് പഠിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ അച്ചീവ് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചെടുത്തതിൽ ഏറ്റവും വലിയ ലൈഫ് ലെസൺ എന്തായിരിക്കും? അങ്ങനെ എൻ്റെ ലൈഫ് ലെസൺ എന്ന് പറയുന്നത് ഐ തിങ്ക് കുറേ കൂടെ എൻ്റെ ലൈഫിൻ്റെ കുറേ ചോയ്സസും ഡിസിഷൻസും എല്ലാം കുറേ കൂടെ ചിന്തിച്ച് മേ ബി ഐ എം ജസ്റ്റ് ഹാവിങ് എ ഫീലിംഗ് കുറേ കൂടെ മേ ബി ഇന്നത്തെ പിള്ളേരെ പോലെ അനലൈസ് ചെയ്തോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വേണമായിരുന്നോ ചെയ്യാൻ എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. കാരണം എക്സാംസിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ ചോയ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് എന്നൊക്കെ പറയുന്ന പോലെ തെറ്റുപോ, അതുപോലെ നമ്മൾ ലൈഫിൻ്റെ കാര്യത്തിൽ ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് എല്ലാ സിറ്റുവേഷനിലും ചോയ്സസ് ഉണ്ടെന്ന് ഇപ്പോൾ അറിയുന്നു. നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും ഇതേ ഉള്ളൂ, നമുക്കിതാണ് ലൈഫ്, ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാസ് ടു ബി എന്നാണ്. പക്ഷേ ആക്ച്വലി ആ സമയത്ത് ദർ ആർ 2 ways, 2 choices. അത് നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ചാണ്. മേ ബി ഐ മെയ്ഡ് മിസ്റ്റേക്സ് ദാറ്റ് വേ. അപ്പോൾ ഇന്ന് ഞാൻ എപ്പോഴും എൻ്റെ പിള്ളേരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം എന്തായാലും. യു ഷുഡ് റെസ്പെക്റ്റ് എ വുമൻ. അതേ ഉള്ളൂ എനിക്ക് എപ്പോഴും അവരുടെ അടുത്ത് പറയാനും. അവരെ വളർത്തുന്നത് അങ്ങനെ തന്നെയാണ്. സോ ദേ ഓൾസോ ഹാവ് സീൻ എ ലോട്ട്. സോ ദേ ഓൾസോ നോ വെരി വെൽ. ഞാൻ ഇന്നത്തെ ജനറേഷൻ പിള്ളേർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അത് അത്രയേ ഉള്ളൂ ഞാൻ മെയിനായിട്ട് പറയാറുണ്ട്. ട്രസ്റ്റ് വേണം, മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇതാണ് മെയിൻ. അപ്പോൾ അതല്ലാതെ നിങ്ങൾ വെറുതെ നീ ഒരാൾ ഞാൻ ഒരാൾ അല്ലെങ്കിൽ നിനക്ക് ഐ എം നോട്ട് ഗോയിങ് ടു തിങ്ക് അബൌട്ട് യു ആസ് എ പേഴ്സൺ ഇതൊക്കെ പറഞ്ഞ് ഇഫ് യു ക്യാൻ ടേക്ക് യുവർ ഓൺ അഡ്വാൻറ്റേജ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഞാൻ പറഞ്ഞ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള യു ഷുഡ് ഹാവ് ദാറ്റ് ലവ് ആൻഡ് ദിസ്. അതല്ല, ദാറ്റ് ഇസ് വൺ തിങ് വിച്ച് ഐ തിങ്ക് ഐ ലേൺഡ്. ഞാൻ വളരെ സൈലന്റ് ആയിപ്പോയി എൻ്റെ ലൈഫിൽ കുറേ. ഇപ്പോഴതുകൊണ്ടായിരിക്കും അത്രയും ബാക്കി കിടക്കല്ലേ സംസാരിക്കാതെ, അതൊക്കെ പുറത്തോട്ട് വരണ്ടേ? അത് നമ്മൾ സംസാരിച്ചു തീർക്കണം. അതാണ്. ഇപ്പൊ നമ്മുടെ ലൈഫിലുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിൽ നിന്നൊക്കെ ഒന്ന് സർവൈവ് ചെയ്യാൻ മാമിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കൂടുതൽ ഈ ഫാമിലി തന്നെ ആയിരിക്കും. ഐ തിങ്ക് സോ. ഡെഫിനറ്റ്ലി. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ വിക്ടിംസ് ഉണ്ട്. അതായത് കുറേ ഈ മാരേജ് പ്രോബ്ലംസ് കാരണം സൂയിസൈഡിലേക്ക് പോകുന്ന, ഇപ്പം അതുല്യ, വിസ്മയ, വിപഞ്ചിക, അങ്ങനെ ലോട്ട് ഓഫ് നെയിംസ് ആർ ഹിയർ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്? മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്തായിരിക്കും? See, each human being has a different way of projecting their pain. അല്ലേ? നമുക്ക് എല്ലാവരും ഒരേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ചില പേർക്ക് ധൈര്യം കൂടുതലുണ്ടാവാം, ചില പേർക്ക് എന്താ പറയുക ഫൈറ്റ് ചെയ്യാനുള്ള ദേ വിൽ ഹാവ് ദാറ്റ് യുനോ ട്രീറ്റ്. അവർക്ക് പറ്റും, എന്നെ കൊണ്ട് പറ്റും, ഒരു സ്ട്രോങ് ആയിരിക്കും മെൻ്റലി ഓൾസോ. പക്ഷേ ചിലപ്പോൾ എത്ര സ്ട്രോങ് ആയ ഒരാളാണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോയി, എനിക്കിനി ആരും ഇല്ല എന്നൊരു ഫീലിംഗ് വന്നു പോയാലും ഒരു ഹ്യൂമൻ ബീയിങ്ങിന് അത് വളരെ അധികം ഒരു പ്രോബ്ലമാണ്. കാരണം ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ ഈ പ്രിസൺസിൽ കാണിക്കുന്നത്, പ്രിസണുകളിൽ
ഈ ഐസൊലേറ്റഡ് ആയിട്ട് കൊണ്ടിടുന്ന ഒരു സംഭവം ഉണ്ടാവാറില്ലേ? ഐ ഡോണ്ട് നോ വെദർ ഇന്ത്യയിലൊക്കെ അങ്ങനെ പറയുമെന്ന്, സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. അതായത് അങ്ങനെ ഒരു പ്രിസണർ ഉണ്ടെങ്കിൽ അവര് പണിഷ്മെന്റ് പോലെയാണ്, കൂടുതൽ പണിഷ്മെന്റ് പോലെ ദേ പുട്ട് ദം ഇൻ സോളിറ്ററി കൺഫൈൻമെന്റ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഐ ജസ്റ്റ് ഹാവ് എ ഫീലിംഗ് അത് ഒരു ഹ്യൂമൻ ബീങ്ങിനെ ഒറ്റയ്ക്ക് അങ്ങനെ ഇരുന്ന കുറെ കഴിയുമ്പോൾ ഒരുമാതിരി മെന്റലി ദേ കാൺ സ്റ്റാൻഡേർഡ്. അവർക്കത് ഒറ്റയ്ക്ക് ഇരുന്ന് പോയാൽ ഉള്ള പ്രോബ്ലംസ് അവർക്ക് തന്നെ ഫേസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ഹ്യൂമൻ ബീങ്സ് ആർ ബേസിക് ആനിമൽസ്, സോഷ്യലൈസ് ചെയ്യുന്ന ഒരു ആനിമൽ പോലെ ആൾക്കാരാണ്. അപ്പം നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം, ഞാൻ അന്നും ഇതിലൂ പറഞ്ഞിട്ടുണ്ട്, സപ്പോർട്ട് സിസ്റ്റം നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് ഒരു ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഉള്ള പ്രോബ്ലംസിൽ എല്ലാം ഓരോ സിറ്റുവേഷനിലും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്, എൻ്റെ സപ്പോർട്ട് എൻ്റെ ഫാമിലീസ് ഉണ്ട്, എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. സോ വെദർ ഗുഡ് ഓർ ബാഡ് സിറ്റുവേഷനിലും ദേ വർ ഓൾ ദെയർ ഫോർ മീ. അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട്, അവരുടെ ഒരു ആ സമയത്ത് നമ്മളോടൊരു സിമ്പത്തിയോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഒക്കെ തരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു പീസ് വരും, ഒരു ഫീലിംഗ് ഓഫ് പീസ്. ഓ, ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്, സോ ഐ ക്യാൻ സർവൈവ് ദിസ്. ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് മാറും, നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവില്ല. നമ്മുടെ ലൈഫിൻ്റെ എല്ലാം ഇറ്റ്സ് ഓൾവേസ് എനിത്തിങ് ദാറ്റ് ഗോസ് അപ്പ് ഹാസ് ടു കം ഡൗൺ എന്ന് പറയുന്ന പോലെയാണ് ലൈഫിൻ്റെ എല്ലാം. അങ്ങനെ തന്നെയാണ്, അപ്സ് ആൻഡ് ഡൗൺസ് എന്തുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് ഈ ഒരു ഫേസും മാറും, നമുക്കത് വീണ്ടും ഇറ്റ് വിൽ ബി ഓക്കെ എന്നൊരു ധൈര്യം തരുന്നതും നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കും, മെയിൻലി ഫാമിലി അല്ലേ. അപ്പോൾ ഐ ഹാവ് ബീൻ ലക്കി ദാറ്റ് വേ. കാരണം വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഒറ്റപ്പെട്ട് നിന്നിരുന്നെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഓരോ സിറ്റുവേഷനിൽ നിന്നും ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും കരകയറിയിട്ടുണ്ടാവുക എന്ന്. ബിക്കോസ് ഒരു കാര്യമുണ്ട്, സിനിമ എനിക്ക് എപ്പോഴും കൂടെ കൈ തന്നിട്ടുണ്ട്. ബിക്കോസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഞാൻ കരകയറിയത് സത്യം പറഞ്ഞ സിനിമ കാരണം മാത്രമാണ്. ബിക്കോസ് അന്നൊക്കെ കറക്റ്റ് ടൈമിൽ ഈ സിനിമകൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ ഐ വുഡ് ഹാവ് കോപ്ഡ്. ഒരുപാട് ലെജൻഡറി ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം ചെയ്ത ഒരാൾ കൂടിയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ വേണുചേട്ടനുമായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകളുണ്ട്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അതേപോലെ മുരളിച്ചേട്ടനുമായിട്ട് ഒരുപാട് സിനിമകൾ. അങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതായത് ഫസ്റ്റ് നമ്മളിപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ തന്നെ ലെജൻഡറി ആയ ഒരു ഡയറക്ടറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഭരതേട്ടൻ. അപ്പോൾ ഭരതേട്ടൻ്റെ കൂടെ ഫസ്റ്റ് വർക്ക് ചെയ്തതിൻ്റെ തന്നെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ നമുക്ക് എല്ലാവർക്കും ടെക്നോളജി വൈസ് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ അവർക്ക് അപ്പോൾ സ്പോട്ട് എഡിറ്റ് ചെയ്യാം, മോണിറ്ററിൽ കാണുമ്പോൾ നമുക്ക് ഷോട്ട് അതുപോലെ ഫിക്സ് ചെയ്യാം, നമ്മൾ അഭിനയിച്ചത് അത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്കത് അഭിനയിക്കാം, രണ്ടാമത്തെ ടേക്ക് എടുക്കാം, ഫിലിമിൻ്റെ പ്രശ്നം വരുന്നില്ല. സോ മെനി അഡ്വാൻറ്റേജസ് ആണ് ഇപ്പോൾ. അന്ന് അവരൊക്കെ ലെജൻഡറി എന്ന് എന്തുകൊണ്ട് ഇന്നും നമ്മൾ പറയുന്നു, ക്ലാസിക് മൂവീസാണ് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് പറയുന്നു? ബിക്കോസ് അന്നൊക്കെ ഭരതേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഹി വാസ് എൻ ആർട്ട് ഡയറക്ടർ ഓൾസോ. ഫ്രെയിം ബൈ ഫ്രെയിം ഹി യൂസ് ടു ഡ്രോ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടല്ലേ അവർ അന്നൊക്കെ പടങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. ഇതല്ലേ അവരുടെ ഫ്രെയിം, ഇങ്ങനെ വെച്ചിട്ട് ഫ്രെയിം ചെയ്യുക. അപ്പോൾ അവരുടെ മൈൻഡിൽ അവർ എത്ര ഇമാജിനേഷൻസ് ഉണ്ടാവണം. എന്നിട്ട് പിന്നെ കാണുന്നത് റഷസ് അല്ലേ. പിന്നെ നമ്മൾ പോയി അതിൻ്റെ വീണ്ടും എന്തെങ്കിലും പക്ഷേ വീണ്ടും ഷെഡ്യൂൾ വെച്ച് ഷൂട്ട് ചെയ്ത് ദേ ഹാഡ് ടു ഡു സോ മച്ച് വർക്ക്. 25 ദിവസം കൊണ്ട് ഒരു പടം ഫുൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് വന്നവരെന്ന് വെച്ചാൽ വി ഹാഡ് ദ എക്സ്പീരിയൻസ് ഓഫ് ഇങ്ങനത്തെ ക്യാമറ വർക്ക് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തതുകൊണ്ടും നമുക്ക് ആ ഒരു കോൺഫിഡൻസും ഞങ്ങൾക്ക് കിട്ടുന്നതും എല്ലാം ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരുന്നു. ഡയറക്ടേഴ്സ് ആക്ടറാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് അന്നും വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലാതെ എങ്ങനെ ആ ഒരു ക്യാരക്ടർ ചെയ്യണം നമുക്ക് ചിന്തിക്കുകയോ ഉള്ള ഒരു കഴിവൊന്നും അന്നില്ല. ബിക്കോസ് ന്യൂ കമറാണ്, പ്ലസ് അത്ര പ്രായമുള്ളൂ, അങ്ങനെ കൂടുതലൊന്നും ചിന്തിക്കാൻ. ഐ ജസ്റ്റ് ലവ്ഡ് ആക്ടിങ് ഓൾസോ. അത് ഒരു ഇതിൽ ആയിട്ടാണ് നാച്ചുറലായിട്ട് എനിക്ക് മേ ബി ഒരു കഴിവ് എനിക്കുണ്ട്. സോ അതുകൊണ്ട് ഡയറക്ടേഴ്സ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതിനനുസരിച്ച് ഐ യൂസ് ടു ഡു പെർഫോം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ക്യാമറയുടെ സൈഡിലായിരുന്നു അന്നൊക്കെ ഡയറക്ടേഴ്സ് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കട്ട്, ആക്ഷൻ, ടേക്ക് എല്ലാം പറയുന്നത് ഈ ക്യാമറയുടെ തൊട്ടിപ്പുറത്ത് നിന്നിട്ടാണ് ഡയറക്ടേഴ്സ്. അതേപോലെ നമ്മളൊരു ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്ടർ നോക്കുമ്പോൾ ഡയറക്ടർ എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ അല്ല അങ്ങനെയല്ല ഇങ്ങനെ വേണം എന്ന് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. സോ ദിസ് വാസ് എ ലൈവ് എക്സ്പീരിയൻസ് അപ്പോൾ ചെയ്യുന്നത്. ഇന്നാണ് ഈ ഇൻഫാക്ട് ഞണ്ടുകളുടെ നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ മോണിറ്റർ കാണുന്നത്. ബിക്കോസ് അന്നൊക്കെ മോണിറ്റർ ഒന്നും ഇല്ലല്ലോ. നമ്മളിത് അഭിനയിച്ചു കഴിഞ്ഞാൽ ഡയറക്ടർ പറയുന്നതാണ് കറക്റ്റ്. അവർ പറഞ്ഞത് ഓക്കെ ആണ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ ആണ്.
നമുക്ക് 2-3 ടേക്സ് ആയി കഴിഞ്ഞാൽ അത് ടെൻഷനാണ്, കാരണം ഫിലിം അത്ര വേസ്റ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് വന്നിട്ടാണ് നമ്മൾ തിരിച്ച് ഇവിടെ ഈ ഞണ്ടുകളുടെ നാട്ടിൽ അഭിനയിക്കാൻ വരുമ്പോൾ അൽത്താഫ് എവിടെ ചോദിക്കുന്നു, ഡയറക്ടർ എവിടെ, ഞാനിവിടെ ഉണ്ട് മാം, എങ്ങനെ എവിടെയാന്ന് വെച്ചാൽ അവിടെ കുത്തിയിരുന്ന് അവിടെ മൈക്ക് പിടിച്ചിട്ട് എവിടെയോ മോണിറ്റർ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും കാണില്ല സെറ്റിൽ. ഇവനെ എവിടെ പോയി എല്ലാവരും മോണിറ്ററിൻ്റെ മുമ്പിൽ. ഞാനതൊക്കെ അറിയാം, മാം കാണുന്നില്ല, നമ്മൾ എന്ത് കാണാൻ, അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് പോകും. ബിക്കോസ് എനിക്ക് അതായത് ഞാൻ ഒക്കെ പഠിച്ചിട്ടുള്ളത് പറഞ്ഞ പോലെ ഇപ്പോൾ നെടുമുടി വേണുചേട്ടൻ ലെജൻഡറി ആയ ഒരു ആക്ടറാണ്. വേണുചേട്ടൻ്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഒരു എൻസൈക്ലോപീഡിയ ആയിരുന്നു. അതായത് അഭിനയത്തിൻ്റെ കാര്യത്തിലും എത്രയോ ടൈപ്പ് ഓഫ് റോൾസ് വേണുചേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇതേപോലെ സെയിം അച്ഛനായിട്ട് ഒക്കെ അഭിനയിച്ചിട്ടും അല്ലേ, മോഹൻലാലിന്റെ തന്നെ ഐ തിങ്ക് അച്ഛനായിട്ടും ഒക്കെ അഭിനയിക്കും, ഹിസ് ഹൈനസിലൊക്കെ രാജാവ്. അപ്പൊ ഞാൻ പറയുന്ന അങ്ങനത്തെ പല പല പ്രായം കൂടുതൽ പ്രായം അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളതാണ് വേണുചേട്ടൻ. അപ്പോൾ വേണുചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് പിന്നീട് ഞാനൊക്കെ വന്നപ്പോൾ ആക്ടിങ്ങിൻ്റെ ഒരു ഇതിൽ നമുക്ക് കിട്ടിയ നിധി എന്ന് വെച്ചാൽ, വേണുചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ സവിതം അഭിനയിക്കുമ്പോൾ ഞാൻ ഇതുപോലെ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് അഭിനയിച്ചു കഴിഞ്ഞാൽ ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിരുന്നോ. ഇത് കണ്ടു വേണുചേട്ടൻ കുറച്ച് നേരമായിട്ട് ഇങ്ങ് വന്നേന്ന് ചോദിച്ചു, അങ്ങ് പോയി പറഞ്ഞു നീ എന്തോ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി, നീ എന്ത് അവിടെ ഒക്കെ പോയിട്ട് എല്ലായിടത്തും ശരിയാണെന്ന് പറഞ്ഞു, അത് ആരെങ്കിലും ചെയ്യുമോ. ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് പേടിയാണെന്ന്. നീ അഭിനയിച്ച് കഴിയുമ്പോൾ സ്വയം എന്തു തോന്നുന്നു, ഫീൽ ചെയ്തോ, അത് വിഷമം തോന്നിയോ ആ സീൻ അഭിനയിച്ചപ്പോൾ, ആ ഫീലിംഗ് ഉണ്ടായിരുന്നു എന്തെങ്കിലും. ഞാൻ പറഞ്ഞു അത് ചെയ്തപ്പോൾ അങ്ങ് ഫീൽ, എന്നാൽ പിന്നെ കറക്റ്റ് ആണെന്നാണ് എൻ്റെ അർത്ഥം. സോ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അഭിനയിക്കുമ്പോൾ ഇഫ് യു ഫീൽ ഇറ്റ് ആ സീൻ, ദാറ്റ് മീൻസ് യു ആർ ഡൂയിങ് ഇറ്റ് കറക്റ്റ്. അതിനുശേഷം പിന്നെ ഞാൻ ആ നിർത്തി ചോദിക്കുന്നത്, എല്ലാവരോടും പോയി ചോദിക്കുന്ന പരിപാടി, ആ പരിപാടി നിർത്തി. പിന്നെ ഞാൻ അത് എന്തെങ്കിലും ചെയ്യുമ്പോൾ വേണുചേട്ടനെ ഞാൻ നോക്കുമ്പോൾ വേണുചേട്ടൻ പറയും എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ. കാരണം സോ യു കുഡ് ഫീൽ, നമ്മൾ ഇമോഷണൽ സീൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കും, അല്ലെങ്കിൽ യുവർ ബ്രീതിങ് ഫാസ്റ്റ് ആവും, പിന്നെ അപ്പോൾ ചിലപ്പോൾ പിറ്റ് ഓഫ് ദ സ്റ്റമക്ക് യു മൈറ്റ് ഫീൽ അപ്സെറ്റ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നാച്ചുറലി വി നോ ദറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് കറക്റ്റാണ്. സോ ലെജൻഡറി ആക്ടേഴ്സ്, ഇപ്പം മുരളിച്ചേട്ടനാണെങ്കിലും വില്ലനായിട്ട് വിഷ്ണു ലോകത്തിലും, പിന്നെ ചകോരത്തിലെ എൻ്റെ ഹസ്ബൻഡ് മറ്റേ ലവറായിട്ടും ഒക്കെ വരുന്നതും, പിന്നെ ഫിലോമിന ചേച്ചി, പിന്നെ കുതിരവട്ടം പപ്പു ചേട്ടൻ, ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, ഇത്രയും പേരുടെ ഒക്കെ അവരുടെ നമ്മൾ ഇത്രയും എന്താ പറയുക ഇംപ്രവൈസ് ചെയ്യുന്നത്, അമ്പിളി ചേട്ടൻ, അപ്പൊ ഇവരൊക്കെ ഇംപ്രവൈസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. സോ വി നോ നമ്മളൊന്നും അല്ല, വാട്ട് ആർ വി ഡൂയിങ്, വി ആർ ലൈക്ക് ചെറിയ സ്റ്റുഡൻസ് ആണ് നമ്മൾ ഇവരുടെ ഒക്കെ മുമ്പിൽ. പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് അവരായിട്ട് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എവിടെയോ ഇവരുടെ ഒക്കെ ഇൻഫ്ലുവൻസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിട്ടുണ്ട്, ബിക്കോസ് വി ഒബ്സർവ് ദം. അപ്പോൾ ഇവരെയൊക്കെ കണ്ടാണ് ഇന്നത്തെ നമ്മൾ എത്തി. പിന്നെ നമ്മുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസസും നമ്മുടെ ട്രേറ്റ്സും പേഴ്സണാലിറ്റി എല്ലാം ചേഞ്ച് ആവുമ്പോൾ നാച്ചുറലി ഇപ്പോൾ അഭിനയിക്കുമ്പോൾ കുറേ ക്യാരക്ടേഴ്സ് നമുക്കും കുറച്ച് മെച്ചുവേർഡ് ക്യാരക്ടേഴ്സാണ് അവർ തരിക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും, നമുക്കത് നാച്ചുറലി ദ സെയിം തിങ് കംസ് ഹിയർ, നമുക്ക് വെദർ യു ഫീൽ കറക്റ്റ് ഡയലോഗ്സ് പറയുമ്പോൾ. സോ ഇതൊക്കെയാണ് നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് പഠിക്കുന്നതും. And I feel happy that annum innum I have seen the whole process of films.